ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 സെഡാൻസിനെ പറ്റിയാണ്. പൊതുവെ ഇന്ത്യയിൽ ഇപ്പോൾ സെഡാൻസിന് ഡിമാൻഡ് കുറവാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് പറയാം. നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട ക്യാംറിയാണ്. ഇത് 10th പൊസിഷനിൽ ക്യാംറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനിയും താഴത്തോട്ട് കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് അത്യാവശ്യം വില കൂടിയ ഒരു സെഡാനാണ്. അപ്പോൾ എന്തായാലും ബാക്കി മിക്ക വണ്ടികളും ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എനിവേ ക്യാമറയ്ക്ക് കഴിഞ്ഞ മാസം 232 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. നമ്മൾ മന്ത് ഓൺ മന്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ 210 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ക്യാമറയ്ക്ക് ലഭിച്ചത്. അതായത് 22 വാഹനങ്ങളുടെ വ്യത്യാസവും 10.48% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ടോട്ടൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് 7 വാഹനങ്ങൾക്കാണ്. ആൻഡ് അതിൽ തെറ്റില്ലാത്ത ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ടോപ്പ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് അങ്ങനെ പറയാനൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു സെഗ്മെൻറ്റും ഇത് വരുന്ന പ്രൈസ് പോയിൻ്റും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ് ഈ വാഹനം ഇന്ത്യയിലേക്ക് അവർ ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്നതാണ്. അതായത് CKD മോഡലിൽ വരുന്ന വാഹനമാണ്, ഇവിടെ ലോക്കലൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ സിയാസ് ആണ് 9th പൊസിഷനിൽ നിൽക്കുന്നത്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 590 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ പിന്നെ അതിലും കുറവായിരുന്നു, 481 വാഹനങ്ങളുടെ സെയിൽസ് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 109 വണ്ടികളുടെ വ്യത്യാസവും 22.66% ഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പം ഈ വാഹനത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വാഹനമാണ് എന്ന് പറയാം. പക്ഷേ എന്നാലും ടോട്ടൽ സെയിൽസിൻ്റെ കേസിൽ ഈ വാഹനം വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി. കാരണം ഈ വണ്ടി ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ ഇതിനൊരു മേജർ അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഫേസ് ലിഫ്റ്റുകൾ അവരിടയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതല്ലാതെ ഒരു പ്രോപ്പർ ജനറേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റുകളോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ചേഞ്ച് പോലും അവർ വരുത്തിയിട്ടില്ല. ഇഷ്ടംപോലെ വണ്ടികൾ ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ വരുന്നത് പ്രമാണിച്ച് ഈ വാഹനം ഒരു മേജർ അപ്ഡേറ്റ് ഡിസേർവ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ട സിറ്റിയാണ്. അതേ സിറ്റി 8th പൊസിഷനിലേക്ക് ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്. പണ്ട് അബവ് 4 മീറ്റർ C സെഗ്മെന്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വാങ്ങിക്കൊണ്ടിരുന്ന വാഹനമായിരുന്നു സിറ്റി. പക്ഷേ ഇപ്പോൾ അതല്ലാണ്ടായി. എന്തായാലും കഴിഞ്ഞ മാസം 1116 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് സിറ്റിക്ക് ലഭിച്ചത്. ഫെബ്രുവരിയിൽ ഇത്തിരി കൂടെ കൂടുതലായിരുന്നു, 1184 വാഹനങ്ങളുടെ. പക്ഷെ എന്നാലും പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല, 68 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ആൻഡ് 5.74% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ വലിയ വ്യത്യാസമില്ലെങ്കിലും ഡീഗ്രോത്ത് റേറ്റ് അത്യാവശ്യം കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3 വണ്ടികൾക്ക് ഡീഗ്രോത്ത് വന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും സിറ്റിക്കാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ ഹോണ്ട കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറച്ചതാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അവർക്ക് എലിവേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഇത്തിരി കൂടെ ബൂസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം അതിൽ ചിലപ്പം കുറച്ചും കൂടെ സെയിൽസ് പൊട്ടൻഷ്യൽ അവർ കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി ഇത്തിരി കുറവാണ്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ സ്ലാവിയാണ്. സ്ലാവിയയ്ക്ക് കഴിഞ്ഞ മാസം 1358 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 1028 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. അതായത് 330 വാഹനങ്ങളുടെ വ്യത്യാസം 32.1% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്കോഡ സ്ലാവിയ. ആൻഡ് ഈ വാഹനം ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതിനങ്ങനെ മേജർ ആയിട്ടുള്ള വലിയ അപ്ഡേറ്റ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. 2 വർഷം ഇറങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുതിയ സ്പെഷ്യൽ എഡിഷൻസും മാറ്റ് കളറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങും, പക്ഷെ അത്രേ ഉള്ളൂ. എന്നാൽ പോലും ഈ ഒരു സെഗ്മെൻറ്റ് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഈ വാഹനത്തിനുണ്ട് എന്ന് പറയാം. കാരണം ഇടയ്ക്കൊരു കാലത്ത് ആപ്പാട് സിറ്റി മാത്രമാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പുതിയതായിട്ട് നിന്നിരുന്നത്. വേറെ വണ്ടികളും ഇല്ലായിരുന്നു, വെർണ ഉണ്ടായിരുന്നു, പക്ഷേ പഴയ ജനറേഷൻ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഫോക്സ് വാഗൻ ട്വിൻസ് വന്നപ്പോഴാണ് ഈ സെഗ്മെൻറ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയത്. ഇനിയിപ്പോൾ എന്തായാലും പല പല വണ്ടികളും വരുന്നുണ്ട്, പുതിയ വെർണയൊക്കെ വന്നതാണ്. അത് പറയുമ്പോഴാണ് അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പുതിയ വെർണയാണ്. ഈ വെർണ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈവൻ 2023 ലാസ്റ്റ് വരെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സെയിൽ കിട്ടുന്നുണ്ടായിരുന്നു. മിക്കവാറും ഒക്കെ 3000 to 4000 ഇടയിൽ വരെയൊക്കെ സെയിൽ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ എന്താണ് പറ്റിയെന്നറിയില്ല, സെയിൽസ് അത്യാവശ്യം താഴേക്ക് പോയിട്ടുണ്ട്. മാർച്ചിൽ 1716 വണ്ടികളുടെ സെയിൽസാണ് ലഭിച്ചത്. ആൻഡ് ഫെബ്രുവരിയിൽ 1680 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് പറയാം. ജസ്റ്റ് 36 വാഹനങ്ങളുടെ വ്യത്യാസവും 2.14% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉള്ളൂ. ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതിനല്ല, പക്ഷെ എന്നാലും രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വെർണ. ഈ ഗ്രോത്ത് പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ചാണ് നല്ലത്, അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇനിയിപ്പം നമുക്ക് നോക്കാം ഈ വാഹനത്തിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനീഷ്യലി വന്ന സമയത്ത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങി, വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നല്ലോ. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഫോക്സ് വാഗൻ വെർട്ടസ് ആണ്. വെർട്ടസ് ആണ് വെർണയ്ക്ക് തൊട്ട് മുമ്പ് വന്ന ഒരു പുതിയ സെഡാൻ എന്ന് പറയാം. സ്ലാവിയയ്ക്ക് ശേഷമാണ് ഫോക്സ് വാഗൻ അവരുടെ വെർട്ടസ് ഇറക്കിയത്. എനിക്ക് പേഴ്സണലി
പേഴ്സണലി ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം വെർട്ടസ് തന്നെയാണ്. ആൻഡ് ഇതിന് നമുക്ക് മാർച്ചിൽ 1847 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 1631 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചിരുന്നത്. അതായത് 216 വാഹനങ്ങളുടെ വ്യത്യാസവും 13.24% ഗ്രോത്ത് റേറ്റുമാണ് വെർട്ടസിൽ വന്നിരിക്കുന്നത്. ഇതോടുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ സി സെഗ്മെൻറ്റ് സെഡാൻ അഥവാ അബവ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്ന സെഡാൻസിൻ്റെ സെയിൽസ് കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ലഭിച്ചിട്ടുള്ള വാഹനം വെർട്ടസ് ആണ്. അതങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. പണ്ടൊക്കെ സിറ്റി ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഭരണം വന്നപ്പോൾ അതായി. പക്ഷേ എന്തായാലും ഇപ്പം അങ്ങനെ വെർട്ടസും ആ ഒരു സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലത്തെ ഇഷ്ടംപോലെ വണ്ടികൾ വരട്ടെ എന്ന് നമുക്കതോടെ ആഗ്രഹിക്കാം. ഇതോടെ ഈ ഒരു സെഗ്മെൻറ്റ് തീർന്നു. ഇനി സബ് 4 മീറ്റർ സെഡാനാണ്. ഇതിൽ 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ ടിഗോർ. ടിഗോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ EVയും അതുപോലെ പെട്രോൾ വേർഷൻ CNG ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 2017 വാഹനങ്ങളുടെ സെയിൽസ് ആണ് നമ്മുടെ ടിഗോർ സീരീസിന് ലഭിച്ചിട്ടുള്ളത്. ഫെബ്രുവരിയിൽ കുറവായിരുന്നു, 1712 വാഹനങ്ങളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 305 വാഹനങ്ങളുടെ വ്യത്യാസവും 17.82% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം ടിഗോർ. എഗെയിൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ടിഗോർ കുറച്ച് കാലമായിട്ട് മരിച്ചു കിടക്കുകയായിരുന്നു. ടാറ്റ ഈ CNGയും അതുപോലെ ഇലക്ട്രിക്കും എല്ലാം കൂടെ കൊണ്ടുവന്ന് പിന്നെയും ഇതിൻ്റെ സെയിൽസ് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 2000-ലെങ്കിലും നിൽക്കുന്നത്. ചില മാസങ്ങളൊക്കെ 1000-ൽ താഴെയൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ടയുടെ അമേസ് ആണ്. അമേസിന് കഴിഞ്ഞ മാസം 2678 വാഹനങ്ങളുടെ സെയിൽസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരിയിൽ 2774 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണ്. പറഞ്ഞു വരുമ്പം 96 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. പക്ഷെ അത് കുറവാണ്. അതായത് 3.46% ഡീഗ്രോത്ത് റേറ്റ് ആണ് അമേസിന് മന്ത് ഓൺ മന്ത് ബേസിൽ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ സിറ്റി അത്യാവശ്യം നന്നായിട്ട് വിറ്റിരുന്ന കാലത്തും ഹോണ്ടയുടെ വോളിയം സെല്ലർ എന്ന് പറയുന്നത് അമേസ് ആയിരുന്നു. മിക്കവാറും ഒക്കെ ഒരു 4000 5000 ആ റേഞ്ചിലൊക്കെ ഒരു വിൽക്കുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പം ഹോണ്ടയുടെ ഒരു ബഡ്ജറ്റ്, അതായത് ഹോണ്ടയുടെ എൻട്രി ലെവൽ വാഹനം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ പോലും ഹോണ്ടയുടെ ഏറ്റവും പ്രീമിയം വാഹനമായ എലവേറ്റിനാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് ലഭിക്കുന്നത്. പിന്നെ അമേസിൻ്റെ ഒരു പുതിയ ജനറേഷൻ ഇപ്പോൾ പെൻഡിങ് ആണ്. അത് അധികം വൈകാതെ തന്നെ നമുക്ക് ഈ വർഷം അവസാനമൊക്കെ ആകുമ്പോഴേക്കും ലഭിക്കും. അതുകൊണ്ട് ഇവരിതിൻ്റെ വേരിയൻസും കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ആകെ 2 വേരിയൻസ് മാത്രമേ അമേസിൽ വരുന്നുള്ളൂ. ഇനി നമ്മുടെ രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ഔറ എന്ന് പറയുന്ന സെഡാനാണ്. ഈ വാഹനത്തിന് അത്യാവശ്യം സെയിലുണ്ട് എന്ന് പറയാം കമ്പാരിറ്റീവ്ലി. കാരണം അമേസിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ സെയിൽസാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. 4883 വാഹനങ്ങളുടെ. ഫെബ്രുവരിയിലാണെങ്കിലും 5053 വാഹനങ്ങളുടെ സെയിൽസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ചെറിയ ഡീഗ്രോത്ത് ആണ്. 170 വാഹനങ്ങളുടെ വ്യത്യാസവും 3.36% ഡീഗ്രോത്ത് റേറ്റും. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല. കാരണം ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 5000 അടുത്ത് അവർക്ക് സെയിൽസ് ചെയ്ത് വാഹനത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റില്ലാത്തൊരു നമ്പറാണ്. പ്രത്യേകിച്ച് ഈ സബ് 4 മീറ്റർ സെഡാൻസിൻ്റെയൊക്കെ കാര്യത്തിൽ. ഇന്നത്തെ കാലത്ത് എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്തൊരു സെഗ്മെൻറ്റാണ്. പക്ഷെ എന്നാലും വണ്ടികൾക്കൊക്കെ വലിയ സെയിൽ ഒരുപാട് താഴേക്ക് പോകുന്നില്ല. ആൻഡ് പിന്നെ നമ്പർ 1 പൊസിഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരേ ഒരു വാഹനം തന്നെ ഉണ്ടാവുള്ളൂ എപ്പോഴും സെഡാൻസിൻ്റെ ലിസ്റ്റിൽ. അത് നമ്മുടെ ഡിസയറാണ്. ഡിസയറിന് കഴിഞ്ഞ മാസം 15894 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. അതായത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ തന്നെ 3 ഇരട്ടിയിൽ കൂടുതൽ സെയിൽസാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 15837 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. ചെറിയ വ്യത്യാസമുള്ള 57 വാഹനങ്ങളുടെ. ആൻഡ് 0.36% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ്. പക്ഷെ എന്നാൽ പോലും 10000-അടുത്തൊക്കെ സെയിൽ കിട്ടുന്ന ഒരു സെഡാൻ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ തന്നെ പുതിയ ജനറേഷൻ പെൻഡിങ് ആണ്. എന്നിട്ടും ആൾക്കാർ ഇത്രയും ഈ ഒരു വാഹനം വാങ്ങുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ഇതാണ് ടോപ്പ് 10 ബെസ്റ്റ് സെല്ലിംഗ് സെഡാൻസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.